എന്താ സാറേ ഇത്? തുച്ഛമായ കാശിന് വേണ്ടി ശുദ്ധമായ സ്നേഹം ഇല്ലാതാക്കാൻ നോക്കുവാണ് നിങ്ങൾ. SP സാറേ, നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്ക്. മന്ത്രി, ഷെയർ നമ്മൾ ആർക്കാ കൊടുക്കാൻ പോകുന്നത്? നമ്മുടെ സൂര്യേട്ടന്. നമ്മൾ അദ്ദേഹത്തിന് ഷെയർ കൊടുത്ത് അദ്ദേഹം ഗിഫ്റ്റ് ആയിട്ട് 2-3 പ്രോജക്ട് ഇങ്ങോട്ട് തരും. എന്താ സൂര്യേട്ടാ? ഒരു കുന്തം വേണ്ട, ഞാൻ പോവാ. അയ്യോ സാർ ദേഷ്യത്തിൽ പോന്നല്ലോ, എങ്ങോട്ടാ പോകുന്നത്? പോട്ടെ, ഫ്രസ്ട്രേഷൻ വരുമ്പോ ഫാം ഹൗസിൽ പോയിട്ട് മാങ്ങ പറിച്ച് തിന്നുന്ന ശീലമുണ്ട്. നീ എവിടെ ഇരിക്കടോ. സൂര്യേട്ടൻ ഇപ്പൊ ഹാപ്പി അല്ലേ? പറഞ്ഞ കാശ് കൈ കിട്ടിയാലേ ഞാൻ ഹാപ്പി ആവും. അതിന് കുറച്ച് സമയമൊക്കെ എടുക്കും. ടൈം എടുത്തോടെ ഞാൻ ഈ നാട്ടിൽ തന്നെ വെയിറ്റ് ചെയ്തോളാം. അതിന് നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ, എല്ലാ സൗകര്യം അവിടെയുണ്ട്. ആ മന്ത്രിയുടെ ഇറിറ്റേഷൻ നിന്റെ അനിയന്റെ ഫ്രസ്ട്രേഷനും കണ്ടാലേ എനിക്ക് പേടിയാ. എനിക്ക് 24 hours സെക്യൂരിറ്റി വേണം. നോ പ്രോബ്ലം ശങ്കർ. സൂര്യേട്ടൻ ഇവിടെ ഉള്ളിടത്തോളം നീയാണ് അദ്ദേഹത്തിന് സെക്യൂരിറ്റി. ഇപ്പൊ ഹാപ്പി അല്ലേ? കുഴപ്പമില്ല. കൺഗ്രാറ്റ്സ് ഡെയിലി സാർ. അതെന്തിനാണ്? ഓണറാ നിങ്ങള്, ബ്രോക്കർ അല്ലല്ലോ. ഒരു സ്മോൾ ബാറ്ററി ബാക്കപ്പ് ആണ്. നിങ്ങൾ ഒരുപാട് നേരം ഫോണിൽ സംസാരിക്കാറില്ല. 1 മണിക്കൂർ ചാർജ് ചെയ്താൽ 10 മണിക്കൂർ കിട്ടും. 20,000 രൂപ. സൂര്യ സാർ, 2000 രൂപ കുറവാണല്ലോ. GST നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ. അതെ സാറോ, നിങ്ങളുടെ പേരിലുള്ള കേസെല്ലാം ക്ലോസ് ചെയ്യണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനോട് സഹകരിച്ചേ പറ്റൂ. എന്ത് സീനാ മോനെ? അത് വേറൊന്നുമല്ല, മനുഷ്യന്മാർക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരായിട്ട് ഒരു ടെലിഫിലിം എടുക്കുക. അതിന് ടൈമിങ്ങും റൈമിങ്ങും ഉള്ള ആർട്ടിസ്റ്റിനെ നോക്കിയപ്പോൾ നിങ്ങളുടെ ഫാമിലി എനിക്ക് ഓർമ്മ വന്നു. താങ്ക് യു മോനെ. വീട്ടിൽ എങ്ങനെ ഷുഗർ ഉണ്ടോ അതുപോലെയാണ് ഞങ്ങളുടെ പരസ്യം. ടെലിഫിലിം ടൈറ്റിൽ എന്താ? ഷോർട്ട് കട്ട്. വെൽക്കം ടു ഷോർട്ട് കട്ട്. ഒരു ഓർഡിനറി ബ്രോക്കർ 6 ആഴ്ച കൊണ്ട് 60 കോടി നേടിയത് എങ്ങനെയാണ് നമുക്കറിയാം. ചുരുങ്ങിയ കാലം കൊണ്ട് എങ്ങനെയാണ് ഇത്രയും പണം സമ്പാദിച്ചത്? ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ടിലെ മെയിൻ സ്റ്റോറി. എപ്പോഴും കമ്മീഷന് വേണ്ടി ജോലി ചെയ്യുന്ന നിങ്ങള് പെട്ടെന്ന് ഷെയർ ചോദിച്ചാൽ എങ്ങനെ കോടീശ്വരൻ സർ? എന്താ കോടികൾ കമ്മീഷൻ വഴി ഉണ്ടാക്കിക്കൂടെ? ബ്രോക്കറായി തന്നെ ഇരിക്കണോ? ഓണർ ആയിക്കൂടെ? ഇതൊക്കെ എത്ര റിസ്ക് ഉള്ള കാര്യമാണ്. ചോദിക്കാൻ എളുപ്പമാ. നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് പാൻപരാഗ് തുപ്പുന്ന പോലെ തുപ്പിക്കഴിഞ്ഞ് ഞാനിങ്ങോട്ട് പോകും. ഇതിന് എനിക്ക് ഷെയർ വേണം. ഓക്കെ സർ, അതിന് ദേഷ്യപ്പെടണ്ട, ഷെയർ തന്നേക്കാം. എന്നാൽ ആ ക്രിമിനൽ ബ്രോക്കർ അതുകൊണ്ടൊന്നും സാറ്റിസ്ഫൈ ആയിട്ടില്ല. മുഴുവൻ പ്രോജക്റ്റും കയ്യിലാക്കുവാൻ പ്ലാൻ ചെയ്തു. അതിനുവേണ്ടി എന്തെല്ലാം മോശകരമായ കാര്യങ്ങളാണ് ചെയ്തതെന്ന് കണ്ടു നോക്കൂ. ടിവിയിലെ വാർത്തയ്ക്ക് എന്തിനാ സീരിയസ് ആയിട്ട് എടുക്കുന്നത്? സിറ്റുവേഷൻ സിമ്പിളും പ്രോജക്റ്റിൽ 50% കമ്മീഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഈ തീരുമാനം എടുത്തത്. എന്തൊരു അന്യായമാണ് സാറേ ഇത്. അവര് നിങ്ങൾക്ക് ഷെയർ തരുന്നില്ലേ? ഇഫ് യു എക്സ്പെക്ട് അതേഴ്സ് മണി ദ റിവ്യൂ പ്രോബ്ലം എന്ന് എല്ലാവരോടും പറഞ്ഞിട്ടില്ലേ നിങ്ങൾ? അത് മാത്രമല്ല, ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ നീ വെറുതെ ഇരിക്കുമ്പോൾ ട്വിറ്ററിൽ ഇട്ടാൽ മതി. എനിക്ക് ആവശ്യം നിന്റെ സജഷൻ അല്ല, സപ്പോർട്ടാ. ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് എന്റെ മനസ്സ് സപ്പോർട്ട് ചെയ്യാറില്ല. ഒരു പക്ഷെ സപ്പോർട്ട് ചെയ്താൽ ഞാൻ കിച്ചണിൽ പോകുമ്പോഴും ബെഡ്റൂമിൽ പോകുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും മനസാക്ഷി കുത്തു തോന്നും. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഡൽഹി സൂര്യ 2 ലക്ഷം എക്സ്ട്രാ കൊടുക്കാൻ പോകണമെന്ന് പറ. സത്യമാണോ? ഉള്ളതാ. ഇപ്പൊ എന്തൊരു പറയുന്നത് നിന്റെ അന്തരാത്മാവ്? മനസ്സ് പുല്ല്, അത് പോട്ടെ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് അതാദ്യം പറ. ഈ പേപ്പർ ഒന്ന് വായിച്ചിട്ട് ഒപ്പിട്. എന്താ സൂര്യേട്ടത്? ചേട്ടൻ പറഞ്ഞതിന് മറുവാക്കുണ്ടോ? ശരിയാ, ടിക്ക് ചെയ്ത സ്ഥലത്തൊക്കെ ഇട്ടേര്. പറയടോ. പറഞ്ഞോ കേക്കടോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതല്ലേ വേണ്ടെന്ന് പറഞ്ഞേ. പെയിനുള്ള പ്രസവവും പ്രശ്നമുള്ള പാർട്ട്ണർഷിപ്പും കോമൺ ആടോ. അത് പാർട്ട്നേഴ്സ് തമ്മിൽ പറഞ്ഞു തീർക്കണം, അല്ലാതെ തല്ലി തീർക്കല്ലേ വേണ്ടേ. ഹലോ ഹലോ ഹലോ. ആരുടെയായിരുന്നു ഫോൺ? ആര് വിളിച്ചാലും നിനക്കെന്താ? നീ ഒപ്പിടാൻ നോക്ക്. ഇന്നലെ മുതൽ ഇങ്ങനെയാന്നേ. ആ തലക്കിൽ ആരോ എന്തോ പറയുന്നു, ഈ തലക്കിൽ ഇങ്ങനെ പറയുന്നു. എന്താ സംഗതി എന്നറിയില്ല. നിനക്കെന്താ പ്രശ്നം? നീ നിന്നെ ജോലി നോക്കടാ. ഷെയർ ചെയ്താൽ ലോഡ് കുറച്ച് കുറയുമല്ലോ എന്ന് ഓർത്തു. ലോഡ് വന്നാൽ ഇറക്കേണ്ട എങ്ങനെയാണെന്ന് എനിക്കറിയാം. ദാമു, ബാത്റൂം അവിടെ. അവിടെയാ. സൂര്യ, എനിക്ക് ദ്രോഹം ചെയ്ത ദാമുനിട്ട് ഞാനൊരു പണി കൊടുക്കാൻ പോവാ. ഈ കാര്യത്തിൽ നീ തലയിടാൻ നിൽക്കണ്ട. നടരാജൻ. അപ്പൊ ആ തലക്ക് നിന്ന് ഫോൺ ചെയ്തത് നടരാജനാണ്. സാറിന്റെ സ്റ്റോറി തുടങ്ങി കഴിഞ്ഞു. ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ. ഇതിനു മുമ്പ് അയാളുടെ ഗെയിമിൽ ഒരു പാവയായിരുന്നു. ഇനി നമുക്ക് വായി നോക്കാം. എൻജോയ് ദ ഗെയിം. ദാമു, എല്ലാ പേപ്പറിലും ഒപ്പിട്ടല്ലോ അല്ലേ? നിങ്ങൾ ഇതുവരെ ഫോണിൽ സംസാരിച്ചത് മിനിസ്റ്റർ നടരാജനുമായിട്ടായിരുന്നല്ലേ? അത് നിനക്കെങ്ങനെ അറിയാം? ഇക്കാര്യം താനെന്തിനാ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത്? എന്തിനാന്ന് ചോദിച്ചത്? എന്തുത്തരം പറയണം? ആ നടരാജന് നിന്നോടുള്ള പകയെ പറ്റി പറയണം. CBIക്ക് ഒറ്റുകൊടുത്ത് നിന്നെ അകത്തിടാനുള്ള പ്ലാനിലാണെന്ന് പറയണം. ഏത് ഉത്തരം പറയണം? ഏതാ ഞാൻ ആദ്യം പറയണ്ടേ? നടരാജൻ സാർ എന്തിനാ സാറേ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നടരാജൻ എന്താ നിന്റെ ക്ലാസ്മേറ്റ് ആണോ? എല്ലാം അറിയാവുന്ന പോലാണല്ലോ പറച്ചില്. ആക്ച്വലി നിന്റെ സ്റ്റേഷനിൽ നടക്കുന്നത് എന്താണെന്ന് നിനക്കറിയോ? എന്താ സാറേ നടക്കുന്നത്? ആ SI ദക്ഷിണമൂർത്തി ഇവന്റെ കേസ് ഫയലിൽ ആ നടരാജന് കൊണ്ടുപോയി കൊടുക്കുക. എന്തൊക്കെയാ പറയുന്നത്? സത്യമാണോ? സത്യമാണോ? അല്ലെ ഭാര്യയ്ക്ക് പോലും പ്രവേശനമില്ലാത്ത ഫാം ഹൗസിലേക്ക് എന്തിനാ SIയോട് വരാൻ പറഞ്ഞു? ഇത് ഞാൻ വിശ്വസിക്കില്ല. വിശ്വാസമില്ലാത്തവർ പോയി നോക്ക്. ഗുഡ് മോർണിംഗ് സർ. എന്തോന്ന് ഗുഡ് മോർണിംഗ്? ഞാൻ ടെൻഷൻ ആകുമ്പോ അവിടുന്ന് ഈ ഫാം ഹൗസിൽ വന്ന് എൻജോയ് ചെയ്യും. ആരും ഇവിടെ വരരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ എന്തിനാ വന്നത്? സാർ, എന്നോട് ചൂടാവല്ലേ സാർ. സ്റ്റേഷനിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടി ഇൻസ്പെക്ടർ പറഞ്ഞയച്ചതാ സാർ. എന്താ നിങ്ങളുടെ പ്രോബ്ലം? കണ്ടാ നിന്റെ ദക്ഷിണാമൂർത്തിയെ? അല്ല സാറേ, സാറിന് ലിപ് റീഡിംഗ് അറിയാമല്ലോ. സാർ ഒന്ന് നോക്കി പറഞ്ഞു എന്താ പറയുന്നത്? തന്നെ പറയാം. സാർ, ചുവരിലെ ചുണ്ണാമ്പ് ഇളകിപ്പോയി. അവൻ ചെയ്ത കൊലപാതകങ്ങളുടെ വിവരം. നെക്സ്റ്റ്, ഫാനിലെ ബെയറിംഗ് തേഞ്ഞുപോയി. പവർ പ്രോജക്റ്റിന് വേണ്ടി ചെയ്ത അഴിമതികളുടെ ലിസ്റ്റ് പറയാൻ തന്നെ നാണക്കേടാണ് സാർ. ടോയ്ലറ്റിലെ ടാപ്പ് പോലും വർക്ക് ചെയ്യുന്നില്ല. തെറ്റ് ചെയ്തവൻ രക്ഷപ്പെടാതിരിക്കാനായി പക്കാ പ്രൂഫോട് കൂടി തയ്യാറാക്കിയ റിപ്പോർട്ടായത്.
പിന്നെ ഒടുക്കത്തെ കൊതുക് എന്തൊരു ശല്യം. കൊതുകായത്, എവിടെ ചെന്നാലും ഒടുക്കത്തെ കടിയാ. ചാലഞ്ച് ചെയ്ത് പറയുക ആ ദാമുവിനെ എങ്ങനെ അകത്താക്കിയിരിക്കും. ശരി, ഞാൻ നോക്കിക്കോളാം, നീ പോയിക്കോ. സാർ ഓണം അടുത്ത് വരിക. താങ്ക് യു സാർ. എനിക്ക് വരരുത്. ദക്ഷിണാമൂർത്തി ചതിയനാന്ന് അറിഞ്ഞില്ല. സിൻസിയർ ആയിരിക്കാൻ അയാളാരെ ഹരിശ്ചന്ദ്രനാ. ദക്ഷിണ മാത്രം വാങ്ങാൻ ഒരു ദക്ഷിണാമൂർത്തി. ഫയൽ കൈ കിട്ടിയ നടരാജൻ മോർണിംഗ് ഫ്ലൈറ്റിന് ഡൽഹിക്ക് പോകുക. അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അല്പം സീരിയസാ. CBI ആണെങ്കിൽ പവർഫുള്ളും. ഇപ്പൊ എന്താ സൂര്യ സാർ ചെയ്യേണ്ടത്? ആദ്യം ആ നടരാജനെ കട്ട് ചെയ്യണം. അയ്യോ, അത് ദാമു സാറിന്റെ ഫ്രണ്ട് അല്ലേ? അതിനിപ്പോ ഞാനെന്ത് വേണം? ബോഡിയിലെ പാർട്സ് ആയാലും ബിസിനസ്സിൽ പാർട്ട്ണർ ആയാലും നശിച്ചു പോയാൽ കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ ചീത്തപ്പേരാ. ദാമു, ടൈം വേസ്റ്റ് ചെയ്യാതെ കട്ട് ചെയ്യ് വേഗം, കട്ട് ചെയ്യ് വേഗം. അദ്ദേഹത്തിന് ആലോചിക്കാനൊന്നും സമയം കൊടുക്കുക. കട്ട് ചെയ്ത് ഇനി എന്ത് പറഞ്ഞു. കുന്തും ആലോചിക്കാനുള്ളേ? കട്ട് ചെയ്യണം, കട്ട് ചെയ്യണം, കട്ട് ചെയ്യണം, കട്ട് ചെയ്തേ പറ്റൂ. കട്ട് ചെയ്യ ഞാനിതിന് വറുത്ത് തിന്നാൻ വേണ്ടി മസാലയൊക്കെ അരച്ചു വെച്ചപ്പോ നീ എന്തിനാണ് ഒച്ച ഉണ്ടാക്കി ഓടിച്ചത്? മാനിന് പോലും ഈ ലോകത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ നിനക്കില്ല. നിന്റെ ചതിയാൽ ആത്മഹത്യ ചെയ്ത കളക്ടർ വേറെ ആരുമല്ല, എന്റെ ചേട്ടൻ. ഇനി നിന്റെ കളികൾ അവസാനിക്കാൻ പോവുക. എന്തോടാ ഓവറാവുന്നേ? അഹങ്കാരം കൊണ്ട് ഫാം ഹൗസിൽ സുഖവാസം നടത്തുമ്പോൾ ഒരു പ്രളയം നീ പ്രതീക്ഷിച്ചില്ല. നീ എന്റെ ചേട്ടന്റെ പേര് കുറ്റം ചുമത്തുമ്പോൾ എന്റെ ചേട്ടൻ ആത്മഹത്യ ചെയ്തു. അതുപോലെ ദാമുവിനെ ക്ലോസ് ചെയ്യാനായി, പഴയ കേസുകളെല്ലാം കുത്തിപ്പോക്കുവാനായി നിന്നെ ഞാൻ പഴിചാരിയിരിക്കും. അവ മതവിളകി ആനയെ പോലെ കൊല വിളിച്ച് വരുന്നുണ്ട് ഇങ്ങോട്ട്. ചവിട്ടി നിന്റെ പിണ്ടം പുറത്തെടുത്ത് അവൻ അടങ്ങും. അല്ലെങ്കിൽ തന്നെ ആ ദാമൂരും എന്റെ അല്ല. അവനോട് ഇപ്പൊ തന്നെ ഈ കാര്യം പറയണമല്ലോ. ഇവിടെ സിഗ്നല് പോലും ഇല്ലല്ലോ, എന്താ ചെയ്യാ? ഈ മരത്തെ കയറിയല്ലോ. വന്നു വന്നു. എന്താണ് പൊട്ടെ? ആ ശങ്കർ നമുക്കിടയിൽ കിടന്ന് കളിച്ചിട്ട് ദാമുവിനോട് ആവശ്യമില്ലാതൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മളെ പിണക്കില്ലേ? ഞാൻ തൊണ്ട വരണ്ട ഓരോന്ന് പറഞ്ഞിട്ടും കാ പോലത്തെ എന്ന് പറയുന്നു. മുട്ട പരട്ടെ. ഓഹോ, നിങ്ങൾ ആ ദാമുവിന്റെ ഹിന്ദി റൗഡുകളാണല്ലേ? ഒരുത്തനും മലയാളം അറിയില്ലല്ലേ? മൊട്ട തലയാ. എനിക്ക് ഹിന്ദിയും അറിയില്ല, നിനക്ക് മലയാളം അറിയില്ല. ആ ശങ്കർ നമ്മളെല്ലാം തീർക്കാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. ഹദം ഹദം ഹദം. हमको खत्म करेगा, ആ, हमको। ആ. പാർട്ട്നേഴ്സ് ആയി നിന്ന് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുവാൻ വിചാരിച്ച ആ പവർ ബ്രോക്കറിന്റെ പ്ലാൻ നടന്നോ ഇല്ലയോ? ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. നല്ലൊരു സിനിമ. മന്ത്രി ഇപ്പൊ എന്തിനാ കൊന്നേ? എന്നോട് നിങ്ങൾ കൊല്ലാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഞാനെപ്പോഴാ പറഞ്ഞു? ദാ അതൊന്ന് കണ്ടു നോക്ക്. ആദ്യം നാഗരാജനെ കട്ട് ചെയ്യണം. ദാമു, ടൈം വേസ്റ്റ് ചെയ്യില്ലേ? കട്ട് ചെയ്യണം, കട്ട് ചെയ്തേ പറ്റൂ. കട്ട് ചെയ്യണം. കട്ട് ചെയ്യാൻ പറഞ്ഞ ഷെയറിൽ നിന്ന് കട്ട് ചെയ്യാനേ പറഞ്ഞു, അല്ലാതെ ആ മനുഷ്യനെ കട്ട് ചെയ്യാനല്ല പറഞ്ഞു. പറയുമ്പോ തെളിച്ച് പറയണ്ട സാറേ. ഇത് കോർട്ടിൽ പോയാൽ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും, ദാമു തന്നെ കൊല്ലുകയും ചെയ്യും. എനിക്കൊന്നും അറിയില്ല. എങ്കിൽ ഇതൊന്ന് കണ്ടേ. ആ ദാമുവിനും പാർട്ട്നേഴ്സിനും ഇടയിൽ പ്രശ്നം ഉണ്ടാക്കി ആ ഷെയറും കൂടി ഞാൻ അടിച്ചു മാറ്റും. അത് തെറ്റല്ലേ സാറേ? അവരെന്താ സ്വാതന്ത്ര്യ സമര സേനാനികളൊന്നും അല്ലല്ലോ, വെറും കൂതറകളല്ലേ. ആ ദാമുവില്ലേ വെറും അലവലാതിയാണ്. അല്ല, എനിക്കൊരു സംശയം. ബാഹുബലി സിനിമ പോലെ ഇതെത്ര ക്ലിയർ ആയി എങ്ങനെ റെക്കോർഡ് ചെയ്തു? ഇത് ജസ്റ്റ് ബാറ്ററി ബാക്കപ്പ് മാത്രമല്ല, ചാർജർ പ്ലസ് MP3 പ്ലസ് അലാറം പ്ലസ് റെക്കോർഡ്. അതായത് എന്റെ ഫോൺ എനിക്ക് കെണിയായി വെച്ചിട്ട് എന്നെ പെടുത്തിയല്ലേ? ഇത് ചതിയായി പോയി. അയ്യോ, അന്യായത്തിന് പാന്റ് ഷർട്ട് ഇട്ട് കൊടുത്താലേ തന്നെ പോലെ തന്നെ ഇരിക്കും. നല്ല കാര്യം ചെയ്യാനായി പോസിറ്റീവ് കോഴ്സ് കൊടുത്താൽ താൻ ട്വിറ്ററിൽ ഇടുവല്ലേ? അപ്പൊ നീ അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നു. ഞാൻ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ ആ വീഡിയോ യൂട്യൂബിൽ ഇടും ഞാൻ. എന്താ ചെയ്യേണ്ടത് സാറേ? ഈ സ്ക്രിപ്റ്റ് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ സാറേ. അതുകൊണ്ട് എപ്പോഴും ഷാർപ്പായിരിക്കണം. എന്റെ പേരെന്താ? എൻകൗണ്ടർ ശങ്കർ. ഇപ്പൊ എന്റെ പേരൊന്നും കൂടെ പറഞ്ഞേ. ശങ്കർ. എൻകൗണ്ടർ ശങ്കർ. ബി ഷാർപ്പ്. മിനിസ്റ്റർ നാഗരാജനെ കൊന്നത് തീവ്രവാദികളാണെന്നാണ് പോലീസിന് കിട്ടിയ വിവരം. ഈ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. യഥാർത്ഥ കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും. താങ്ക് യു.
കേസ് അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തല്ലോ. സാറിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. ഐ ലവ് യു സർ. എടാ നീ അത് പറഞ്ഞത് കേട്ടോ. അന്നേരം നമ്മുടെ സാറ് മന്ത്രിയോട് ലവ് എന്ന് പറഞ്ഞ് മന്ത്രി നേരെ നരകത്തോട്ട് പോവുകയും ചെയ്തു. അതായത് നെക്സ്റ്റ് വിക്കറ്റിൽ SP ഔട്ട് ആവാൻ പോവാ. മിനിസ്റ്റർ അടുത്ത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ഇയാളുടെ മിസ്സായി പോരുത്. SP സാർ അങ്ങയുടെ ഒരു ഫോട്ടോ. ദാമു സാറിനെ രക്ഷിച്ചതിനോ? നിങ്ങളെ എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടിയാ സാറേ നിങ്ങളൊരു ഫോട്ടോ എടുത്തേ. അതിനെന്താ എടുക്കാല്ലോ? താങ്ക് യു സാർ. സൂപ്പർ ഫോട്ടോയാ സാറേ ആ ഫോട്ടോ ഒന്ന് എനിക്ക് വാട്സപ്പ് ചെയ്തേക്കെ. താങ്ക് യു SP സാർ. എന്റെ ഡാർലിംഗ് കേസിൽ കുടുങ്ങുമെന്ന് കരുതി ഞാൻ ഒരുപാട് ഭയന്നു പോയി സാർ. ഇതിനൊന്നും ഇത്ര ഫീൽ ചെയ്യാൻ പാടില്ല. ഡോണ്ട് വറി, വി ആർ ഓൺ ഫാമിലി. എന്റെ ഡാർലിങ്ങിന്റെ മേലാണ് കൈവയ്ക്കുന്നത്. ഇതിലെന്താ തെറ്റ്? ചുമ്മാ കാഷ്വൽ ആയിട്ട് കൈവച്ചതല്ലേ. എനിക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? വെച്ചേക്കില്ല ഞാൻ. ഏയ് കൂൾ 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 കൂൾ. സോറി. സുകന്യ. അത് വർക്കിംഗ് ടൈറ്റിൽ. ഒറിജിനലായിട്ട് അമ്പലപ്പറമ്പിൽ ബെല്ലി ഡാൻസ് കളിച്ചോണ്ടിരുന്നവള്. അമ്പലപ്പറമ്പിലെ ചീട്ട് കളിക്കാരൻ നീ ഒരു നടിയെ പോലെ ഉണ്ടെന്ന് പറയുന്നത് കേട്ട് ചെന്നൈ എക്സ്പ്രസിൽ കയറി അവിടെ ചെന്നൊരു ബിഗ് ഷോട്ടിന് വെപ്പാട്ടിയായി. അവൻ എൻജോയ് ചെയ്തതല്ലാതെ എൻകറേജ് ചെയ്യാൻ പോയില്ല. ആ ഫ്രസ്ട്രേഷനിൽ നല്ല ഒന്നാന്തരം ബിറ്റ് സിനിമയിൽ അഭിനയിച്ച് ഷക്കീലയുടെ മാർക്കറ്റ് തന്നെ തകർത്തു. പിന്നെ അങ്ങോട്ടുള്ള ജീവിതം ഒരു ഓട്ടപ്പന്തയം തന്നെയായിരുന്നു. ഈ പോപ്പുലാരിറ്റി വെച്ചുകൊണ്ട് ഒരു കൊടുങ്കാറ്റ് പോലെ ഈ ലോകം മുഴുവൻ കറങ്ങി വന്നു. ആ സമയത്താണ് ദാമു അവളെ കണ്ടു വീണത്. ഫോറിൻ ചെറുക്കൻ്റെ കൂടെ ആദ്യ രാത്രി നടന്നില്ലെന്നും ഡൈവേഴ്സ് മേടിച്ചെന്നും അവൾ അവനോട് കള്ളം പറഞ്ഞു. അവൻ ലോജിക്ക് നോക്കാതെ അവളുടെ മാജിക്കിൽ മിക്സായി മാരേജിൽ ഫിക്സായി. അതിരിക്കട്ടെ, ഈ റോക്കറ്റ് എവിടത്തേക്കാ വിടാൻ പോകുന്നത്? SP മല്ലികാർജുനൻ. യു കാൺ. എന്താ ആ തോക്ക് ചലിക്കില്ല. ഇതെന്താ ഇങ്ങനെ പറഞ്ഞേ? ഡിപ്പാർട്ട്മെന്റ് മൊത്തം അങ്ങനെ റൊമാൻറ്റിക് കിങ്ങാന്നാ പറഞ്ഞല്ലേ? അതെ സാറേ, ഡേ നൈറ്റിൽ പെണ്ണുങ്ങൾക്ക് മെസ്സേജ്, മന്ത് എൻഡിൽ ബാങ്കോക്കിൽ മസാജ്. സംഗതി വീക്കാവുമ്പോഴാണ് പബ്ലിസിറ്റി പീക്കാവുന്നത്. സിറ്റുവേഷന് മാച്ച് ആവുന്നത് പോലെ 4 സംഗതി പറയാൻ ക്യാച്ച് ചെയ്തോളൂ. എഴുതാൻ അറിയാത്തവന്റെ പോക്കറ്റിൽ 7-8 പേന. ഒന്നും അറിയാത്തവനാണ് ഒരുപാട് കളിക്കുന്നത്. കുരയ്ക്കുന്ന നായ ഒരിക്കലും കടിക്കില്ല. ചത്തകളിക്ക് എന്തിനാ കൂട്? ഐ കാൺ ബിലീവ് ദിസ്. കരട് കയറിയ ഷവർ എന്നും ചീറ്റാൻ മടി കാണിക്കും. ഫ്ലാഷ് ബാക്ക് ചെക്ക് ചെയ്താൽ ക്ലാരിറ്റി കിട്ടും. ഇന്നെന്റെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. വെരി ഗുഡ്. ഹൗ ഓൾഡ് ആർ യു? 32 റണ്ണിംഗ് സാറേ. ഓ 32. ഓ വെരി ഗുഡ്. 11 ആണ് അവൻ. അതറിയാതെ തൊട്ടപ്പോ സന്തോഷിച്ചല്ലോ. ആ ലില്ലി ഒരു ഡേറ്റി പിക്ചർ, ഈ മല്ലി ഒരു MT പിക്ചർ. മിഷൻ ഇമ്പോസിബിൾ. ശരീരം എങ്ങനെയുണ്ട്? ഞാൻ പറയുന്ന ടൈമിംഗ് റൈമിംഗ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പോസിബിൾ ഈ ആകും. പ്രായത്തിൽ ഇനി ടൈമിംഗ് റൈമിംഗ് ഒന്ന് ഫോളോ ചെയ്യാൻ എന്നെ കിട്ടില്ല. അയ്യോ, ഇനി എന്നോട് എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം. അകത്തിടും, അല്ലെങ്കിൽ ദാമൂന് പിടിച്ചു കൊടുക്കും. എൻകൗണ്ടർ ചെയ്യും. വേണ്ട സാറേ, സാറ് പറയുന്ന പോലെ ചെയ്തോളാം. അനിയ, ആ 2 തുളസി ചെടി സൂക്ഷിച്ച് കാറിൽ കൊണ്ടുവെക്കണേ. ഹലോ മോളെ ലില്ലി, നിങ്ങൾ ആരാ? എന്റെ പേര് സുകന്യതാ. അത് നീ വർക്കിംഗ് ടൈറ്റിൽ ചെയ്യുന്നതിന് മുമ്പ് ചെയ്ത Shut up. വർക്കാണെന്നറിയാം. റോങ് നമ്പർ. ഒന്ന് നോക്ക്, നീ ഫോൺ കട്ട് ചെയ്താൽ സത്യം സത്യമല്ലാതാവില്ല. എന്ത് സത്യമെന്നാ? നിന്റെ പേര് ലില്ലി എന്നുള്ളത് സത്യമല്ലേ? ഉത്സവത്തിന് ഡാൻസ് ചെയ്തത് നീ ഓർക്കുന്നുണ്ടായിരിക്കുമോ? നീ ബിറ്റ് പടത്തിൽ അഭിനയിച്ചത് സത്യമല്ലേ? പ്രൊഡ്യൂസർമാരെ കയ്യിലിട്ട് അമരമാടിയത് നിങ്ങൾ സത്യമാണ്. വേറെന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുക. നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല ഞാന്. നിന്നെ കുറിച്ച് എനിക്ക് എല്ലാം അറിയാം. നിന്റെ CD-യും എന്റെ കൈവശമുണ്ട്. ഞാൻ ഇപ്പോഴാണ് നല്ലൊരു കുടുംബിനിയായി ജീവിക്കുന്നത്. ദയവായി എന്റെ കുടുംബജീവിതം തകർക്കരുത്. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് 2 കോടി വേണം. 2 കോടിയോ? അത്രയും കാശ് ഞാൻ എവിടെ നിന്നുണ്ടാക്കും? എനിക്കൊന്ന് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. ഓക്കെ, നിനക്ക് 24 മണിക്കൂർ സമയം തരാം. ഇടയ്ക്കിടയ്ക്ക് ടച്ച് ചെയ്ത് നിൽക്കണം. ഓക്കെ? നിന്റെ പേര് ഡൽഹി ലില്ലി എന്നാണോ? നീ ടയർ വണ്ടിയിൽ ഡാൻസ് ചെയ്യുന്നോളായിരുന്നു. വിറ്റുപടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇത് ദാമു സാർ അറിഞ്ഞ എന്താവെന്ന് അറിയോ? ഈ കഷണ്ടിക്ക് എല്ലാ സത്യങ്ങളും അറിയാമല്ലോ. ഇവനെ ഒന്ന് വശത്താക്കണം. അതാണ് എനിക്ക് മനസ്സിലാവാത്ത സൂരി സാർ. നിങ്ങൾക്ക് ലോകകാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാ. നിങ്ങൾ വലിയ വലിയ പ്രോജക്ട് ചെയ്തിട്ടുള്ള ആളല്ലേ. ഈ ചെറിയ പ്രോബ്ലം ഒന്ന് പരിഹരിച്ചുകൂടെ? നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ ചെയ്തുതരാം സാർ. പ്ലീസ് സാർ, സൂര്യ സാർ. ഓക്കെ 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 ലില്ലി, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞാനുണ്ടല്ലോ, ഞാനോടൊപ്പം നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ എല്ലാം നോക്കിക്കോളാം. നിന്റെ പ്രോബ്ലം എല്ലാം ഞാൻ സോൾവ് ചെയ്തോളാം. ഇത് നോക്കില്ലല്ലേ, നീ ഇവിടെ നിന്ന് കരയാതെ ആ മല്ലിയുടെ അടുത്ത് പോയി കര. അവന് ഓൾറെഡി നിന്നെ ഒരു നോട്ടമുണ്ട്. അവൻ നിന്റെ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്യും. ഹലോ, ഞാനാണ് സുകന്യ. സുഖു ബേബി, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഞാനൊരു പ്രോബ്ലത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. ടെൽ മീ ബേബി, വാട്ട്സ് യുവർ പ്രോബ്ലം? ഏതോ ഒരുത്തൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തോണ്ടിരിക്കുക. വെറുതെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തി വരട്ടി 2 കോടി വേണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. കുഴപ്പമായിരിക്കുക. പ്ലീസ് ഹെൽപ്പ് മീ മല്ലി. ഇറ്റ്സ് എ സ്മോൾ ഇഷ്യൂ. നിനക്ക് ഞാനുണ്ട്. ഡോണ്ട് വറി. എന്നാൽ ഈ കാര്യം ദാമു അറിയാതെ ഈ കാര്യം തീർക്കണം. അത്രയല്ലേ ഉള്ളൂ. ട്രസ്റ്റ് മീ. 1 മണിക്കൂർ ഇടവിട്ട് ഫോൺ ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലേ? ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. 1/2 മണിക്കൂറിന് ഞാൻ അവിടെ എത്തും. ഈ കാര്യം നമ്മൾ പെട്ടെന്ന് തന്നെ ഒതുക്കി തീർക്കും. പേടിക്കേണ്ട കാര്യമില്ല. ഞാനിതാ എത്തിക്കഴിഞ്ഞു. ആ സൂര്യ, ആ മല്ലികാർജുനന്റെ ക്വസ്റ്റ്യനിൽ ലില്ലിയുടെ ആൻസറും മിക്സ് ചെയ്തൊരു CD ഉണ്ടാക്കി. അത് ദാമു കേൾക്കാൻ താൻ ഏർപ്പാട് ചെയ്യണം. ബി ഷാർപ്പ്. എന്റെ പേരെന്താ? എൻകൗണ്ടർ ശങ്കർ. അയ്യോ, ശങ്കർ. ഒന്നോട് പറഞ്ഞ പേര്? ശങ്കർ. അയ്യോ, എൻകൗണ്ടർ ശങ്കർ. ബി ഷാർപ്പ്. ബി ഷാർപ്പ്. അത് തനിക്ക്. കോടതിയുടെ ക്ലിയറൻസ് കിട്ടിയ ഉടൻ തന്നെ
വെച്ച് താമസിയാതെ പ്രോജക്റ്റ് വേഗം ക്ലിയർ ചെയ്യണം. ശരിയാ. വേണ്ട വേണ്ട ഞാൻ പറയുന്നത് പുറത്ത് നടക്കുന്നു. എന്താ നടന്നത്? SP സാർ സുകന്യയുടെ വീട്ടിൽ പോയാൽ എന്ത് തെറ്റാണുള്ളത്? രണ്ടുപേരും ദാമു സാറിന് വേണ്ടപ്പെട്ട ആളാണ്. ഒരാൾ ക്ലോസ് ഫ്രണ്ട്, ഒരാൾ ഗേൾ ഫ്രണ്ട്. ദാമു ഇരിക്കുമ്പോ അവർക്ക് രണ്ടുപേർക്ക് എന്താ അവിടെ കാര്യം? സൂര്യയുടെ ഏറ്റവും വലിയ കുഴപ്പം ഇതാ, ഇത് ആവശ്യമില്ലാത്ത ഇങ്ങനെയൊന്നും പറയരുത്. അങ്ങനെയാണെങ്കിൽ ദാമു സുകന്യയെ മറക്കേണ്ടി വരും. സൂര്യ എന്തൊക്കെയാ പറയുന്നേ? എന്റെ മുഖത്തോട്ട് എന്തിനാ നോക്കുന്നേ? ആ റെക്കോർഡ് ചെയ്ത് ഓണാക്കാം, അവര് കേക്കട്ടെ. നടക്കില്ല സാർ, കേൾപ്പിക്കില്ല. എന്നെ കൊണ്ട് കഴിയില്ല. നിന്നെ കൊണ്ട് പറ്റില്ല? പറ്റില്ലെന്ന് അങ്ങനെയാണെങ്കിൽ എന്നെ കൊണ്ടും പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ദാമു വെറുതെ വിടും തോന്നുന്നുണ്ടോ? ശങ്കർ, എന്താ ഉണ്ടായത്? അയ്യോ ഒന്നുമില്ല, എന്ത് പറയാനാ. നമ്മുടെ മിനിസ്റ്ററിന്റെ കൊലപാതകം നക്സലൈറ്റിന്റെ പേരിലാക്കിയില്ലേ? അതുമായിട്ട് SP സാറിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാൻ ഫോൺ ടാപ്പ് ചെയ്തപ്പോൾ ദാ കിടക്കുന്ന ഇങ്ങനെ ഒരു സംഭവം. നല്ലൊരു കുടുംബിനിയായി ജീവിക്കുന്നത്. ദയവായി എന്റെ കുടുംബജീവിതം തകർക്കരുത്. ഇറ്റ്സ് എ സ്മോൾ ഇഷ്യൂ. നിനക്ക് ഞാനുണ്ട്, ഡോണ്ട് വറി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. കുഴപ്പമായി. ദാമു അറിയാതെ ഈ കാര്യം തീർക്കണം, അത്രയേ ഉള്ളൂ. ട്രസ്റ്റ് മീ. 1 മണിക്കൂർ പ്ലീസ് ഹെൽപ്പ് മീ മല്ലി. എന്നാൽ ഈ കാര്യം അരമണിക്കൂറിന് ഞാൻ അവിടെ എത്തും. ഈ കാര്യം നമ്മൾ പെട്ടെന്ന് തന്നെ ഒതുക്കി തീർക്കും. പേടിക്കേണ്ട കാര്യമില്ല, ഞാനിതാ എത്തിക്കഴിഞ്ഞു. ഇനിയെങ്കിലും കണ്ണിന് രക്തം വരുന്നു. One minute. ലില്ലി, ആ SP നിന്റെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞ് ദാമു വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുക. ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ? ഞാൻ പറയുന്ന പോലെ ചെയ്യും. വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ കൈകൂപ്പി യാചിക്കുകയാണ്. എന്നെ വിട്ടേക്കൂ. നിങ്ങൾ വിചാരിക്കുന്നതല്ല ഞാൻ. എന്നെ വിട്. ഇവനെന്താ ചെയ്തേ? കൃത്യസമയത്ത് നീ വന്ന് രക്ഷിച്ചില്ല രാമു, അല്ലെങ്കിൽ ഈ രാക്ഷസനെ പിച്ച് ചെയ്തേനെ. സത്യം പറയ്, എന്താ ഉണ്ടായത്? എന്നെ പോലെ തന്നെയുള്ള ഒരു പെണ്ണ് ഒരു വൃത്തികെട്ട പടത്തിൽ അഭിനയിച്ചെന്ന് ആ DVD നിന്നെ ഇട്ട് കാണിക്കുമെന്ന് പറഞ്ഞു വരട്ടെ. എന്നെ റേപ്പ് ചെയ്യാൻ ഇവൻ ട്രൈ ചെയ്തുണ്ടാറില്ലേ? സമ്മതിക്കാത്തോണ്ട് ഇവനെ. എല്ലാം കള്ളവാ, എനിക്കൊന്നും അറിയില്ല. നേരിട്ട് കണ്ടത് വിശ്വസിക്കണ്ടാണോ? ദാമു, നിന്നെ ഇത് എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്കറിയില്ല. ഐ കാൻ ഡു ദാറ്റ്. എന്നെ കൊണ്ട് അത് കഴിയില്ല. തന്നെ ഇനിയും ഞാൻ വിശ്വസിക്കണോ? എനിക്കത് ചെയ്യാൻ കഴിയില്ല. എനിക്ക് വിശ്വസിക്കും. ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ട്? ബിക്കോസ് ഐ ആം ഗേ. ബിക്കോസ് ഐ ആം ഗേ. ബിക്കോസ് ഐ ആം ഗേ. ഏയ്, എന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് ഒരുപാട് പെണ്ണുങ്ങളെ താൻ കൊണ്ടുവന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളൂ. അതൊക്കെ വെറും പബ്ലിസിറ്റിക്കാ, നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാ. സത്യം പറഞ്ഞാൽ എനിക്ക് നാണക്കേടല്ലേ, അതുകൊണ്ടാ ഞാൻ പറയുന്നത് വിശ്വസിക്കേ. ഞാൻ പറയുന്നത് വിശ്വസിക്കേ. ഐ ആം ഗേ. ഐ ആം ഗേ. കണ്ടില്ലേ ഡാർലിംഗ്, അവന്റെ ഒരു അഭിനയം കണ്ടില്ലേ? ഇത്രയും നേരം അവനെ മൃഗത്തെ പോലെ വേട്ടയാടിയിട്ടാണല്ലെന്ന് പറയുന്നു. ഇവനെ വിശ്വസിക്കില്ലേ? ദാമു, എന്നെ വിശ്വസിച്ചില്ലെങ്കിലും സാരമില്ല, ഇവളെ മാത്രം വിശ്വസിക്കരുത്. ഷീസ് എ തേർഡ് ഗ്രേഡ് ലേഡി. പറഞ്ഞത് ഇനി ഇവളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ വെച്ചേക്കില്ല തന്നെ ഞാൻ. നീ എന്നെ കൊല്ലാൻ വളർന്നിട്ടില്ല. നിന്നെ ഞാൻ എൻകൗണ്ടറിൽ ഷൂട്ട് ചെയ്ത് കൊല്ലും, ഓർമ്മിരിക്കട്ടെ. പറഞ്ഞത് വിട്ടേട്ടെ. എന്താ സാറേ ഇത്? നിങ്ങൾ അയാളെ കൊന്നാലും അയാൾ നിങ്ങളെ കൊന്നാലും ഡാമേജ് മേഡത്തിനാ. സൂരി, അയാളെ പിടിച്ച് മാറ്റണം. ഇങ്ങോട്ട് കണ്ടോ ശങ്കർ, ഞാൻ എല്ലാം തുറന്നു പറഞ്ഞിട്ടും അവൻ എന്നെ വിശ്വസിക്കുന്നില്ല. ആ തേർഡ് ഗ്രേഡ് ലേഡി അവൻ വിശ്വസിക്കുന്നത്. മിക്കവാറും ഞാൻ ഈ നാട് വിട്ടു പോകേണ്ടി വരും. ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോ മനസ്സിന് എന്തുമാത്രം വിഷമാവും. അതാണ് ലൈഫ്. നമ്മൾ അതൊന്നും ഓർത്ത് മനസ്സ് വിഷമിച്ച് വിശ്വാസം കളയേണ്ട സാറേ. ഞാൻ അയാളെ ഒന്ന് കൺവിൻസ് ചെയ്തിട്ട് സാർ സൂര്യയുടെ ഗസ്റ്റ് ഹൗസിലോട്ട് എൻജോയ്. ശങ്കർ, ഞാൻ ഇത്തരക്കാരനാണെന്ന് ഡിപ്പാർട്ട്മെന്റിൽ ആരോടും വിഷമിക്കേണ്ട സാറേ. ഞാനൊന്ന് സംസാരിക്കട്ടെ, അങ്ങോട്ട് ചെല്ലേ. ശരി, കരയല്ലേ? കറക്റ്റ് സമയത്ത് ഞങ്ങൾ വന്നുകൊണ്ട് രക്ഷപ്പെട്ടല്ലോ. ഇനിയിപ്പോ ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയില്ല. എന്താ സൂര്യ ഇങ്ങനെ പറഞ്ഞു? ഞാൻ എന്ത് പറയാനാ? ആ SP എൻകൗണ്ടർ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കല്ലോ. ആവേശത്തിൽ ഓരോന്ന് പറയുന്നത് പാതികൾ ചെയ്യാതിരിക്കോ? റേപ്പ് ചെയ്യാൻ മടിക്കാത്തവൻ കൊല ചെയ്യാനും മടിക്കില്ലല്ലോ. നിങ്ങൾ ചുമ്മാ ഇരിക്കും സൂര്യ, ഓവറായിട്ട് ചിന്തിക്കാതെ. ഇങ്ങനെ ഒരു ചുക്കും നടക്കില്ല. നടന്നില്ലെങ്കിൽ കൊള്ളാം. നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കാതിരിക്കുമെന്ന് അർത്ഥമില്ല. ഈ പരസ്ത്രീ ബന്ധം കുറച്ച് ഡേഞ്ചർ ആണ് കേട്ടോ. മാക്സിമം കൊലപാതകത്തിനും ഇതൊക്കെ തന്നെയാണ് കാരണം. റീസെന്റ് ആയിട്ടൊന്ന് പറയട്ടെ ഞാൻ. സുരേഷും രമേശും അവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സാ. നിങ്ങളെ പോലെ തന്നെ സുരേഷിന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ മേഡത്തിനെ പോലെ തന്നെ കുടുംബത്തിലെ ഒരു നിലവിളക്കായിരുന്നു. കാമദാഹിയായ സുരേഷിന്റെ നിഴൽ കുടുംബത്തിലെ നിലവിളക്ക് കെടുത്തുവാൻ നോക്കി. തനിക്ക് വഴങ്ങിയില്ലെങ്കിൽ ഇല്ലീഗൽ കേസിൽ അകത്താക്കുമെന്ന് അവൻ അവളോട് പറഞ്ഞു. അവന്റെ ആഗ്രഹത്തിന് അവൾ വഴങ്ങാതെ വന്നപ്പോൾ അവളെ റേപ്പ് ചെയ്യുമെന്ന് അവൻ ഭയപ്പെടുത്തി. തീരെ പ്രതീക്ഷിക്കാതെ അവിടേക്ക് വന്ന സുരേഷ് തന്റെ കൂട്ടുകാരനെ അടിച്ച് അവശനാക്കിയാലും
സ്നേഹത്തിന് വില കൊടുത്ത് അവനെ കൊല്ലാതെ പറഞ്ഞു വിട്ടു. ദേഷ്യം തോന്നിയ രമേശ് വേഗം ക്രിമിനലായി. പീസ്ഫുൾ ആയിട്ട് ഉറങ്ങിയ സുരേഷിനെ പീസായിട്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ എന്തുണ്ടായി? വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് മേഡം രമേശിനോടങ്ങ് സെറ്റിലായി. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് അറിയില്ല, പക്ഷെ നടന്നു കഴിഞ്ഞാൽ ആകെ കുളവാകില്ല. അതാ കണ്ടില്ലേ സൂര്യേട്ടാ, എന്തൊരു ചതിയാ. ആ ദാമുവും ഞാനും എത്ര ഇന്റിമേറ്റ് ആയി ക്ലോസ് ആയിരുന്നു എന്നറിയോ. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, ഇയാൾ കഴിക്കാൻ നോക്ക്. ഇപ്പൊ ഈ കാര്യം നാട്ടുകാരറിഞ്ഞ എന്റെ മാനം മൊത്തം പോകും. പിന്നെ മരിക്കല്ലാതെ ഒരു വഴിയില്ല. ഇതുപോലെ സമയത്ത് ആരുടെയെങ്കിലും തോളിൽ ചാരിയാൽ നല്ല ആശ്വാസം കിട്ടും. നീ ഇരിക്കണം അങ്ങോട്ട്, എന്നെ വിളിക്കാൻ നോക്കുന്ന. ഒച്ച വെക്കില്ല സൂര്യേട്ടാ, ഞാൻ വല്ലാത്ത വിഷമത്തില. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കണ്ട് തീറ്റ കണ്ടാൽ തനിക്ക് വിഷമമുണ്ടെന്ന് തോന്നില്ലല്ലോ. തീറ്റയുടെ പോയി ബൊഫ കഴിക്കുന്ന പോലെ ഉണ്ടല്ലോ. ടെൻഷൻ കൂടുമ്പോ ഞാൻ ആഹാരം കൂടുതൽ കഴിക്കും. ഒരു കാര്യം മനസ്സിലാവുന്നില്ല, അവളാണ് എന്നെ ഫോൺ ചെയ്ത് അങ്ങോട്ട് വരാൻ പറഞ്ഞത്. പിന്നീട് എന്നെ കുടുക്കി. ഇതെല്ലാം വെച്ച് നോക്കുമ്പോ ഇതിന്റെ പുറകില് വേറെ ആരോ ഉണ്ട്. കറക്റ്റ്. പോലീസുകാരനെല്ലാം കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചു. ഇതിന്റെ പിന്നിൽ കളിച്ചത് ഞാൻ, കളക്ടർ ഭരതന്റെ ബ്രദറാ. ചെയ്യാത്ത തെറ്റിന്റെ ശിക്ഷയുടെ വേദന നീ എന്തെന്ന് അറിയുവാൻ വേണ്ടിയാണ് ഞാൻ ദാമുവിനെ മുൻനിർത്തി മിനിസ്റ്ററെ കൊന്നുകളഞ്ഞത്. അറിയാമോ? ഇപ്പൊ നീ നടുവ് നിൽക്കുക, അവൻ നിന്നെ കൊന്നുകളയും, സംശയമില്ല. എന്നെ കൊല്ലില്ല. ഈ കാര്യം ദാമു പറഞ്ഞ നിന്നെ ആയിരിക്കും കൊല്ലുക. എന്റെ ഫോൺ അവിടെ. അയ്യോ, അയാൾക്ക് വിഷം കൊടുത്തതിനെ നിങ്ങൾ കൊന്നേ? ഞാൻ കൊതുന്ന ആ ദാമു ഭക്ഷണം തന്നിട്ട് ഞാൻ കൊടുത്തു. കൊടുത്തത് അയാളാണെങ്കിലും കഴിപ്പിച്ചത് നീയല്ലേ. എല്ലാം റെക്കോർഡായിട്ടുണ്ട്, കാണാൻ. അതിന്റെ ആവശ്യമില്ല സാറേ, നിങ്ങളല്ലേ ഡയറക്ഷൻ. നന്നായിരിക്കും. താങ്ക്സ്. സംശയങ്ങളെല്ലാം വളരെ പെട്ടെന്ന് വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇന്നലെ രാത്രിയിൽ മരണമടഞ്ഞ SP മല്ലികാർജുന്റെ മരണകാരണം ഫുഡ് പോയിസൺ ആണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ദുർഗ, ദാമോണന് ടെൻഷൻ ഇല്ലാതെ SP-യുടെ മരണം സൂപ്പറായിട്ട് കൈകാര്യം ചെയ്തു. ഹാൻഡ്സ് ഓഫ് ലവ് യു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് ദുർഗണ്ണ മേലേക്ക് പോകുന്ന. ദുർഗണ്ണ ഒരു ഫോട്ടോ പ്ലീസ്. ആ പിന്നെ നാളെ എന്റെ എൻഗേജ്മെന്റാ. ഇയാള് തീർച്ചയായിട്ടും മറക്കാതെ വരണം. സ്നേഹത്തോടെ വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റുമോ? ഏതാ സരോജ എന്ന് പറയുന്ന ഒരു കുട്ടിയാ. ലവ് ആണ് അറേഞ്ച്? കാര്യം ഞാൻ പറയാം, പക്ഷെ താൻ ഊച്ചെടുത്താണ്. ഓക്കെ, ഗന്ധർവ കല്യാണം, രാക്ഷസ കല്യാണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊരു നാടക കല്യാണമല്ലോ. അയ്യോ, എനിക്കിത് മുൻപേ അറിയായിരുന്നു. അറിയാമെങ്കിൽ പിന്നെ കല്യാണത്തിന് സമ്മതിച്ചത്. വഞ്ചിച്ചതല്ല, എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടാ എല്ലാ കാര്യം എന്നോട് മറക്കാതെ പറഞ്ഞത്. പിന്നീട് ആ ശങ്കറിനോട് എനിക്ക് ഇഷ്ടം കൂടില്ല.